ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന വളരെ എളുപ്പത്തിൽ ഒരു 3 മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് പെട്ടെന്നൊരു മോരുകറി ഉണ്ടാക്കാവേ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇവിടെ തേങ്ങയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു അരക്കപ്പ് തേങ്ങ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവേ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു മോരുകറിയാണ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം, നിമിഷ നേരം കൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുജീരകമാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 3 കഷ്ണം ചുവന്നുള്ളിയാണ്. പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല എരിവുള്ള കാന്താരിമുളകാണ് കേട്ടോ. ഒരു 4-5 കാന്താരിമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരഞ്ഞ് വരാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. നമ്മൾ അരപ്പൊഴിച്ച് കൊടുത്തതിന് ശേഷം ശകലം വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഇതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ മിക്സിയുടെ ജാർ കഴുകുകയൊന്നും വേണ്ട. അതിലേക്ക് നമ്മൾ 1 കപ്പ് അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ്, നമ്മൾ വീട്ടിൽ തന്നെ ഒഴിച്ചെടുക്കുന്നതാണ് കേട്ടോ. ആ തൈര് മിക്സിയുടെ ജാറിലേക്കിട്ട് 1, 2, 3 വട്ടം ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ. അതിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിലേ അതൊന്ന് ഇതായി വരാനായിട്ട്. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ ആ മിക്സിലേക്ക് ഈ തൈര് ഒന്ന് ഉടച്ചെടുത്തതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതിയേ. അപ്പം നമ്മൾ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി നമുക്കിതൊന്ന് സ്റ്റൗവിലെടുത്ത് വെച്ച് തിളയ്ക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് ചൂടായി വരുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാവേ. ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയും പരിപാടിയേ ഉള്ളൂ. നിങ്ങൾ മോരുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറന്നേക്കരുത്. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പമാണ്, സിമ്പിളായിട്ടുള്ള മോരുകറിയാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് വേറൊരു പാത്രം വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം 1.5 സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാവരും വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം കടുകും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് പൊട്ടി വരട്ടെ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ രാവിലെ ഇച്ചിരി ലേറ്റായിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നതെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒഴിച്ചു കൂട്ടാനൊക്കെ കൊടുത്തു വിടണം എന്നുണ്ടെങ്കിൽ തൈരുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് തയ്യാറാക്കി കൊടുത്തു വിടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കടുകും ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഒരു പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് ഭയങ്കര വില്ലനാണ്, ഇതുപോലെ കിടന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ഒരു 2 ചുവന്നുള്ളി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കടുക് താളിക്കാനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം 2 വറ്റൽമുളകും കൂടി ഇതുപോലെ ഒന്ന് ഒടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിതുപോലൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മോരിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി മോരുകറിയാണ്. ഇനി ഇതിലേക്ക് 1 തണ്ട് കരിയാപ്പലയും കൂടി ഇതുപോലൊന്ന് ഉതിർത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഇടുക്കിക്കാർ കരിയാപ്പല എന്നാണ് പറയുന്നത്, കറിവേപ്പില എന്ന് അങ്ങനെ എടുത്തങ്ങനെ പറയാറില്ല കേട്ടോ. ഞങ്ങൾ കരിയാപ്പല എന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ കടുക് വറുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മോരുകറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ, ചിഷ് എന്നൊരു സൗണ്ടുണ്ട്. അപ്പോൾ അതാ നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതുമായ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവർ